ബിസിനസ് തുടങ്ങാൻ നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ? എംപ്ലോയി ആൻഡ് ഓഫീസ് സ്പേസ്. ഇപ്പോൾ ഓഫീസും വേണ്ട. ഈ കോവിഡിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ വെർച്വൽ ഓഫീസും വർക്ക് ഫ്രം ഹോമൊക്കെ വന്ന് അവിടെയും കോസ്റ്റ് സേവ് ചെയ്യാം. പിന്നെ 2 പേര് വെച്ച് ബിസിനസ് തുടങ്ങാം, 3 പേര് വെച്ച് തുടങ്ങാം. അപ്പോൾ നമ്മളൊക്കെ തുടങ്ങിയ സമയത്ത് 4 പേരായിരുന്നു. ഇപ്പോൾ 10 വർഷം ആയപ്പോൾ 500-600 പേരായി. നമ്മളെ 10th ആനിവേഴ്സറി സെലിബ്രേഷനാണ് 25th ദുബായിൽ. അതിന് മാത്രം നമ്മളൊരു 1 കോടിയോളം രൂപ നമ്മളതിന് സ്പെൻഡ് ചെയ്യും. ഈ സ്പെൻഡ് ചെയ്യുന്ന കാശല്ല നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ഈ ബിസിനസ്സിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ കാശാണ്. പിന്നെ ഏറ്റവും വലിയ ഓണർഷിപ്പിൻ്റെ ഏറ്റവും മഹത്തരമായിട്ട് ഞാൻ മനസ്സിലാക്കിക്കുന്ന ഒരു കാര്യം എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒത്തിരി ആൾക്കാരുടെ ഏറ്റവും വലിയ ചാരിറ്റി എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ ചാരിറ്റി എന്താണ്? കാശ് കൊടുക്കലോ വീട് വെച്ച് കൊടുക്കലോ അതൊന്നുമല്ല. നിങ്ങളൊരു കുടുംബത്തിലെ ഒരാളിന് ജോലി കൊടുത്താൽ, അത് പാവപ്പെട്ട കുടുംബത്തിലെ ഒരാളിന് ജോലി കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം എന്നേക്കുമായി രക്ഷപ്പെടും. അതേസമയം നിങ്ങളൊരു 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് തീരുന്നത് വരെയുള്ള അവരുടെ സന്തോഷം. അപ്പോൾ ഏറ്റവും വലിയ ചാരിറ്റി ഞാൻ കാണുന്നത് എംപ്ലോയ്മെൻറ്റ് കൊടുക്കലാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ നമ്മളൊരു ബിസിനസ് ഓണർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ 2 പേരായിരിക്കും, 3 പേരായിരിക്കും. പക്ഷെ നിങ്ങളെ ബിസിനസ് ഐഡിയാസ് സൂപ്പറാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വളരും. പിന്നെ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നമുക്ക് ആസ്പിറേഷൻ, അതായത് ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു അർജ് മാത്രം മതി ബിസിനസ് ചെയ്യാൻ. ഇഷ്ടംമാതിരി കൺസൾട്ടൻസ് ഉണ്ട് നിങ്ങൾക്ക് 5 ഇയർ പ്ലാൻ പറഞ്ഞു തരാനും, അല്ലെങ്കിൽ നിങ്ങളെ 10 ഇയർ ഗ്രോത്ത് സ്ട്രക്ചർ ഉണ്ടാക്കാനും. പിന്നെ എല്ലാ മാസവും നിങ്ങളെ മന്ത്ലി റിവ്യൂ മീറ്റിങ്ങിൽ അവർ വന്നിരുന്നിട്ട് നിങ്ങളെ ടീമുമായിട്ട് സംസാരിച്ചിട്ട് ആ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നും അതൊക്കെ അവർ സജസ്റ്റ് ചെയ്യും. ആ കൺസൾട്ടൻറ്റ് വി ഹാവ് ടു പേ. പക്ഷേ ആ കൺസൾട്ടൻറ്റിനും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ കൺസൾട്ടൻസ് ഒരു 10-15 കമ്പനിക്ക് ഇങ്ങനത്തെ കൺസൾട്ടൻസി ചെയ്യുന്ന ഒരാളായിരിക്കും. നമ്മളെ ബിസിനസ് മാത്രമേ അറിയൂ, അല്ലെങ്കിൽ കുറേ കോമ്പറ്റീഷനെ അറിയാം. പക്ഷേ ഈ കൺസൾട്ടൻറ്റ് ഇൻഡെപ്തായിട്ട് ആ വേറൊരു കമ്പനിയിൽ നടക്കുന്ന നല്ല പ്രാക്ടീസസ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ കൺസൾട്ടൻറ്റിന് ഭയങ്കര നോളജാണ്. അപ്പോൾ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന നമുക്ക് എല്ലാ ഡിവിഷനും എല്ലാ സെക്ടറിനും കൺസൾട്ടൻസ് ഉണ്ട്. കൺസൾട്ടൻസും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? അവർക്ക് ഗൈഡ് ചെയ്യാൻ അറിയാം, പക്ഷെ റിസ്ക് എടുക്കാൻ പേടിയാണ്. നമുക്ക് റിസ്ക് എടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ റിസ്ക് എടുക്കും, ബിസിനസ് മുന്നോട്ട് പോകും. അത് ബിസിനസ്മാൻ ആകുന്നത് അങ്ങനെയാണല്ലോ. എന്താണ് നമ്മളുടെ ഏറ്റവും വലിയ USB? റിസ്ക് ടേക്കിംഗ് അപ്പറ്റൈറ്റ്. അതായത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓക്കെ ലെറ്റ് മീ ഗോ ഫോർ ദിറ്റ്. ഫെയിലിയർ വരാം, സക്സസ് വരാം. ഈ റിസ്ക് എടുക്കാൻ പേടിയുള്ളവരാണ് ബിസിനസ് തുടങ്ങാത്തത്. ബിസിനസ് റിസ്ക് എടുക്കാൻ കഴിവുള്ളവർ ബിസിനസ് തുടങ്ങും. അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാത്തവർ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് മാറും.